തൃത്താലപ്പന്റെ ആറാട്ടുകടവിന് പുനരുജ്ജീവനം നൽകുമെന്ന് വി.ടി. ബൽറാം എം.എൽ.എ. മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭക്തജന കൂട്ടായ്മ തൃത്താലപ്പന്റെ കടവിനെ പുനരുജ്ജീവിപ്പിക്കണമെന്ന നിവേദനം നൽകിയതിനെ തുടർന്ന് വി.ടി. ബൽറാം എം.എൽ.എ. സ്ഥലം സന്ദർശിച്ചു. കേരളത്തിലെ പ്രസിദ്ധമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായതും പ്രധാന പ്രതിഷ്ഠയായ പരമശിവൻ തൃത്താലപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ തൃത്താല മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ടുകടവിന് പുനരുജ്ജീവനം നൽകുമെന്ന് തൃത്താല എം.എൽ.എ. വി.ടി. ബൽറാം പറഞ്ഞു. തൃത്താലയുടെ ഐതിഹ്യ പെരുമയ്ക്ക് പുകൾപെറ്റ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ മേഴത്തൂർ അഗ്നിഹോത്രിയുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്ന നീള നദിയുടെ തീരത്തുള്ള ഈ ആറാട്ടുകടവും മഹാദേവ ക്ഷേത്രവും ആരാധനാലയം മാത്രമല്ല തൃത്താലയുടെ സംസ്കാരത്തിന്റെ കൂടി പ്രതീകമാണെന്ന് നാശോന്മുഖമായി കിടക്കുന്ന കടവ് സന്ദർശിച്ച് വി.ടി. ബൽറാം പറഞ്ഞു. മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭക്തജന കൂട്ടായ്മ തൃത്താലപ്പന്റെ കടവിനെ പുനരുജ്ജീവിപ്പിക്കണമെന്ന നിവേദനം എം.എൽ.എക്ക് നൽകിയതിനെ തുടർന്ന് വി.ടി. ബൽറാം പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയായിരുന്നു. ഡി.സി.സി സെക്രട്ടറി പി.എം. മധു, മണ്ഡലം പ്രസിഡന്റ് എം. മണികണ്ഠൻ, അമ്പലക്കടവ് സംരക്ഷണ സമിതി പ്രസിഡന്റ് പി.വി. കാർത്തികേയൻ, സെക്രട്ടറി ടി.ജി. പരമേശ്വരൻ, ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി ടി.പി. മണികണ്ഠൻ, കടവ് സംരക്ഷണ സമിതി അംഗങ്ങളായ പ്രസാദ് നായർ, ഹരിപ്രസാദ്, സുധീർ, രവി എന്നിവർ നിവേദന സമർപ്പണത്തിലും കടവ് സന്ദർശനത്തിലും സന്നിഹിതരായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.